മിലിറ്ററി അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, നേവൽ അക്കാദമി, ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഇവയിലെല്ലാം പ്രവേശിക്കുന്നതിന് ഡിഗ്രിക്കാർക്ക് ഇപ്പോൾ സാധ്യമാണ്. അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 17 വരെ നിങ്ങൾക്ക് UPSCയുടെ സൈറ്റിൽ കയറി ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. www.upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറാം. ഇല്ലെങ്കിൽ www.upsconline.nic.in എന്ന വെബ്സൈറ്റിൽ കയറാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇതിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ഇവയിൽ രണ്ടിലും പ്രവേശിക്കേണ്ടവർ മിനിമം ഡിഗ്രി ഉള്ളവരായിരിക്കണം. മാത്രമല്ല ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2002 ജൂലൈ 2 ശേഷമായിരിക്കണം ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കുള്ളത്. എന്നാൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ കയറുന്നവർക്ക് 2001 ജൂലൈ 2 ശേഷം ജനിച്ച അവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി, അതുപോലെ നേവൽ അക്കാദമി ഇവയിൽ രണ്ടിലും പ്രവേശിക്കുന്നവർ ജൂലൈ 2, 2002 ശേഷം ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നേവൽ അക്കാദമിയിൽ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി സെക്കന്ദരാബാദിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ +2 ലെവലിൽ മാത്സ് ഫിസിക്സ് പഠിച്ചവരായിരിക്കണം. ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ആണെങ്കിൽ +2 ലെവലിൽ മാത്സ് ഫിസിക്സ് പഠിച്ചവരായിരിക്കണം. അതുപോലെ നേവൽ അക്കാദമിയിൽ BTech BE ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധ്യമാകൂ. എന്നാൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കും OTAയിലേക്കും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഏത് ഡിഗ്രി ഉള്ളവർക്കും കൊടുക്കാം. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 1 വർഷത്തെ കൂടെ വയസ്സിന് ഇളവുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ജൂൺ 17, 2025 മുമ്പ് ആപ്ലിക്കേഷൻ കൊടുക്കുക. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എൻട്രൻസ് എക്സാമിനേഷനാണ് ആദ്യം നടക്കുക. അതിനുശേഷം ഒരു SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. SSB ഇൻ്റർവ്യൂസ് 5 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ദ ടോട്ടൽ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. മനസ്സാ വാച കർമ്മണ നിങ്ങളുടെ പെർഫോമൻസുകൾ അനലൈസ് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ സ്യൂട്ടബിൾ ആൻഡ് കറേജിയസ് ഇനഫ് to join the Indian Army or Indian Navy or Indian Air Force, you shall be selected. After medical, you can train at IMA, OTA or Indian Air Force Academy or Naval Academy. ഓക്കെ, ഈ ചാൻസ് ഉപയോഗിക്കുക. ഡിഗ്രിക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ശ്രദ്ധിക്കുക. ഇതിലെ പെൺകുട്ടികൾക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ.